ഹലോ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു മിനി വ്ളോഗാണ്. ഞാൻ കരുതി ജൂൺ 1 തന്നെ LKGക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യത്തില്ല എന്നാണ്. അപ്പോൾ ജൂൺ 1 വലിയ കുട്ടികൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു ജൂൺ 4 ആയിരിക്കും LKGക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്നലെ ക്ലാസ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, ജൂൺ 1 തന്നെയാണ് LKGക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, ഒരു സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിനും ഒരു 1 വീക്ക് മുന്നേ പാരൻസിന് ഒരു ബ്രീഫിംഗ് സെക്ഷൻ കാണും. അപ്പോൾ ബ്രീഫിംഗ് സെക്ഷന് ചെല്ലുമ്പോൾ കുട്ടികളുടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ചെറിയൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അത് ലേബൽ ചെയ്ത് ബ്രീഫിംഗ് സെക്ഷന് പോകുമ്പോൾ കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ബ്രീഫിംഗ് സെക്ഷൻ എന്താണെന്നൊന്നും അറിയത്തില്ല, അന്ന് ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത് പാരിപ്പള്ളി പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാജകുമാരിയിൽ ഇതൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ലിസ്റ്റിൽ ടെക്സ്റ്റ് നോട്ടൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് നോട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ പോയി എല്ലാം വാങ്ങിയായിരുന്നു. അതൊക്കെ ഇനി ഒന്ന് കവർ ചെയ്ത് ലേബൽ ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന വാച്ച് എനിക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ അതിൻ്റെ ചെയിനും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ വാച്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ്. പാരിപ്പള്ളി പോയി 2-3 സാധനം വാങ്ങിക്കാനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ സ്കൂട്ടിയിൽ പോകാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ അന്നാച്ചി എടുത്ത് പറഞ്ഞപ്പോൾ അന്നാച്ചിയും വരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ റെഡിയാവുന്ന കണ്ടപ്പോൾ പിള്ളേർ വെച്ച് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ കാർ എടുത്തു. നേരെ രാജകുമാരിയിൽ വന്നു. പ്ലാസ്റ്റിക് ക്രയോൺസ് വേണമായിരുന്നു. അങ്ങനെ ഒരു അപ്സരയുടെ പ്ലാസ്റ്റിക് ക്രയോൺസ് എടുത്തു. പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്നത് ബക്കറ്റ് ക്ലേ ആണ്. ഇവിടെ ബക്കറ്റ് ക്ലേ ഇല്ല, ഈ ഒരു പോട്ട് ക്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് എടുത്തില്ല. ഇത്രയും കളക്ഷൻസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടതെന്ന് കരുതി പാത്തു ഇയാബും കാര്യമായിട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ് ബട്ടൺ ഫയൽ. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പേപ്പർ ആക്ടിവിറ്റീസൊക്കെ ഫയൽ ചെയ്യാനായിരിക്കും. പിന്നെ ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നു അതിലെല്ലാം അവരെ പേര് കറക്റ്റായിട്ട് ലേബൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പെർമനൻറ്റ് മാർക്കേഴ്സും പിന്നെ വൈറ്റ്നറും എടുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴേ പാത്തുവിന് കപ്പ് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പാത്തു ഇയാബു ഓരോ കപ്പ് നൂഡിൽസ് എടുത്ത് ഈ 2 കപ്പ് നൂഡിൽസുമായിട്ട് വീട്ടിലോട്ട് ചെന്നാൽ വാവ സീനാവും. അതുകൊണ്ട് വാവയ്ക്കും കൂടെ ഒരു കപ്പ് നൂഡിൽസ് എടുക്കുന്നുണ്ട്. ഇയാബു എങ്ങനെയോ അവിടെ ഇരിക്കുന്ന കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്റർ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരുമോ എന്നാണ് അവൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പൈസ മോൻ തരുമെങ്കിൽ കൊണ്ടുവെക്കോളാനും ഇത്ത പറയുന്നുണ്ട്. എനിക്കിനി ക്ലേ ബക്കറ്റും പിന്നെ ഐസ്ക്രീം സ്റ്റിക്കും കൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അത് വേറെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് നോക്കാം. അങ്ങനെ നേരെ ക്യാമ്പസ് ബുക്ക് സ്റ്റാളിലെത്തി. ഇതേ ഇരിക്കുന്നത് നമ്മുടെ ബക്കറ്റ് ക്ലേ. അപ്പോൾ മിസ്സിന് ഫോട്ടോ ഇട്ട് എടുത്തപ്പോൾ ഇത് തന്നെയാണ് ക്ലേ ബക്കറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലേ ബക്കറ്റും എടുത്തു. ഇനി നമ്മൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കും കൂടെ വേണം. ഇവിടെ ഇങ്ങനെ ലൂസായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കേ ഉള്ളൂ, പാക്കറ്റിലതില്ല. അപ്പോൾ കുറച്ച് കളർഫുൾ ഐസ്ക്രീം സ്റ്റിക്സും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വരുമ്പോൾ ഒരു നൊസ്റ്റീവ് ഫീലിംഗ് ആണ്. സ്കൂൾ ടൈമിൽ കുറേ തേരാപ്പര നടന്നിട്ടുണ്ട്. അങ്ങനെ നേരെ ശ്രീകൃഷ്ണ വാച്ച് കടയിൽ വന്നു. ഉള്ളായിരുന്നു. ഓക്കെ, അങ്ങനെയല്ല, ഇത് ഇത്തിരി സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഇതിലുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമല്ലേ? വേണമെങ്കിൽ ഇത് ഭയങ്കര ടൈറ്റ് ഇതാണ്, പക്ഷെ കറക്റ്റ് ഇടാൻ പാടാണ്. ഇത് വെച്ചിരുന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്. ആക്ച്വലി ഇത് നമുക്ക് സ്വന്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ വന്ന് അങ്കിള് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എങ്ങനെയുണ്ട് വാച്ച്? പിള്ളേർക്കും ഞങ്ങൾക്കും ലൈറ്റായിട്ട് വിശന്നു. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് കരുതി ദേ ഉപ്പേരിയിൽ വന്നു. പെർഫെക്റ്റ് പാർക്കിംഗ്. കുറച്ചുകൂടെ മുന്നോട്ടായിരുന്നെങ്കിൽ കട ഇപ്പം വണ്ടിയുടെ അകത്തായേനെ. ലൈറ്റായിട്ട് സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞാണ് കയറിയത്. പക്ഷേ അടുത്ത ടേബിളിൽ ഇരുന്നവരൊക്കെ ഫഹം ഓർഡർ ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങളും ഫഹം ഓർഡർ ചെയ്തു. അങ്ങനെ ഫഹം വന്ന് കഴിച്ചു. വന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാബുവിന് മന്തി വേണമെന്ന് പറഞ്ഞു. ഇയാബുവിൻ്റെ ഫേവറേറ്റ് മന്തിയാണ്. അങ്ങനെ കുറച്ച് മന്തി റൈസും കൂടെ വാങ്ങി. പാത്തു ഒരു ഡൈഹാർഡ് കോൾഡ് കോഫി ഫാനാണ്. ഇവിടുത്തെ കോൾഡ് കോഫി അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എനിക്കിന്ന് എൻ്റെ ജ്യൂസുമായിട്ടൊന്ന് ട്വിന്നിങ് ആവണമെന്ന് തോന്നി. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഓർത്തത് ഇയാബുവിൻ്റെ സ്കൂൾ ലിസ്റ്റിൽ ചപ്പൽ കൂടി വേണം. എനിക്ക് തോന്നുന്നു പിള്ളേർ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഷൂസ് ചേഞ്ച് ചെയ്ത് ചപ്പൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വാക്ക് ആൻഡ് സ്റ്റൈലിൽ കയറി ചപ്പൽ കൂടി വാങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ മിനി വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.